ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ജിനു ആൻഡ് ഷാക്കിർ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങളെല്ലാവരും നാപ്പേൻ്റെ മുന്നൊരുക്കത്തിൻ്റെ വീഡിയോ കണ്ടിട്ട് നമ്മുടെ നാപ്പേൻ്റെ വീഡിയോ വെയിറ്റ് ചെയ്ത് ഇരിക്കുകയായിരിക്കും അല്ലേ. അപ്പോൾ ഇതാ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് നാപ്പേൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പം കുറച്ച് മോളൊക്കെ വെച്ചിട്ട് വീഡിയോ ചെയ്യല്ലേ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ലാഗും കാര്യങ്ങളും വന്ന് പോയതാണ് കേട്ടോ, എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ ഏതായാലും അൽഹംദുലില്ലാഹ് ഇന്നിപ്പോൾ നമ്മൾ നാപ്പേൻ്റെ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, നമ്മുടെ ചാനലൊക്കെ കണ്ടിരിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ എൻ്റെ വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ, എൻ്റെ വീട്ടിലാണ് ഞാൻ പ്രസവിച്ച് കിടക്കുന്നത്. അപ്പം പപ്പക്കും ഉമ്മക്കും വരാൻ പറ്റിയിട്ടില്ല. അവർ അത്യാവശ്യം ഇതിനായിട്ട് പപ്പക്കൊരു ഇൻഫെക്ഷൻ, ചെസ്റ്റിലൊരു ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അപ്പോൾ ആ ഒരു ഡേയിൽ അതുകൊണ്ട് തന്നെ ആമയും ഉപ്പൂപ്പയും പിന്നെ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ പിന്നെ ഏതായാലും നമ്മൾ അവരൊക്കെ വെച്ചിട്ട് ചെറിയ രീതിയിലുള്ളൊരു 40 കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ താത്തക്ക് എൻ്റെ കുളിപ്പിക്കുന്ന താത്തക്ക് നിർബന്ധമായിരുന്നു കേട്ടോ, നല്ലൊരു അടിപൊളിയാക്കിയിട്ട് കഴിക്കണം എന്നൊക്കെ. അപ്പം അവരാണ് നമ്മളെ ആദ്യത്തെ എൻ്റെ ഇസുക്കുട്ടൻ്റെ 40 നമ്മൾ ഇത്ര ഫങ്ഷനാക്കി കഴിച്ചിട്ടില്ല. അപ്പം ഓരോരോ സ്ഥലത്തേക്ക് ഓരോരോ ആചാരങ്ങളായിരിക്കും ഉണ്ടാവുക. പക്ഷേ ഒന്നുമില്ല, അതിൽ നമ്മൾ വെറുതെ ഒരു നല്ലൊരു രീതിയിലുള്ള എന്താ പറയുക സന്തോഷം, അത്ര തന്നെ, അത് മാത്രമാണ് ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. അപ്പം അന്ന് നമ്മളിതാ രാവിലെ തന്നെ താത്ത വന്നിട്ടുണ്ട്. പിന്നെ ഇതാ പായസം വെച്ചിട്ടുണ്ട് കേട്ടോ, നല്ല അടിപൊളി സേമിയ പായസമാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഇവിടെ ആയിട്ടുണ്ട്. ഞാൻ രാവിലെ എണീറ്റ് വന്നപ്പോൾ തന്നെ സേമിയ പായസത്തിൻ്റെ ആ ഒരു ചെമ്പിലേക്കാണ് കേട്ടോ അവിടെ പോയി വീണത്. പിന്നെ ഇതാ ഉമ്മ ബാക്കിയുള്ള ബിരിയാണിയിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഉമ്മ എന്താ പറയുക ഫുൾ സെറ്റപ്പ് ആക്കിയിട്ട് തന്നെ ഇതിന് മുന്നേ നമ്മളെ വെച്ചിട്ടില്ലായിരുന്നു, നമ്മളെ പെരുന്നാൾക്ക് വെച്ചിട്ടില്ലേനോ, അതുപോലെ തന്നെ ഫുള്ള് എന്താ പറയുക ചിക്കൻ പൊരിച്ച് വെച്ച് തലശ്ശേരി ടൈപ്പ് ബിരിയാണി ആക്കിയിട്ടാണ് വെക്കുന്നത്. പിന്നെ എന്താ ബീഫ് വരട്ടാനുള്ളത് അടുപ്പത്ത് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ ആദ്യം തന്നെ പൊരിച്ചെടുക്കണമല്ലോ, അപ്പോൾ അപ്പുറത്തെ അടുപ്പിൽ ഇതാക്കിയിട്ട് ചിക്കൻ പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പം ഒക്കെ ഉച്ചയാകുമ്പോഴത്തേന് തന്നെ ആവണം. അപ്പോൾ അതിനുള്ള എല്ലാ തകൃതിയായ പണികളും നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലത്തേക്ക് ഞാൻ എണീറ്റ് വന്നപ്പോൾ ഇതാ പുട്ടുണ്ട് നമുക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ പുട്ടും മീൻകറിയൊക്കെ കൂട്ടിയിട്ട് പുട്ട് കഴിക്കുകയാണ്. എന്താ പുട്ടും മീൻകറി ആണോ ഇപ്പോൾ തന്നെ ഇത് കഴിക്കുന്നത്, രാവിലെ മുട്ടയും ഇതൊക്കെ പുഴുങ്ങിയത് കഴിക്കുന്നില്ലെന്ന് ചോദിക്കുന്നവർക്ക് സത്യം പറഞ്ഞാൽ ഞാൻ 40 കഴിയാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു, രാവിലത്തെ ആ ഒരു പുഴുങ്ങിയ മുട്ട ഒഴിവാക്കാനായിട്ട്. കാരണം ഇതുവരെ അവൾക്ക് നല്ല പ്രോട്ടീനൊക്കെ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ സഹിച്ച് കഴിച്ചതാണ്. അപ്പോൾ രാവിലത്തെ ആ ഒരു നേരം അങ്ങനെ ആക്കുന്നതാണ് പ്രശ്നമുള്ളത്. പിന്നെ അത് ഉച്ചയിലേക്ക് പൊരിച്ച് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനത് മാറ്റിയത്. പിന്നെ ഏതായാലും ഇതാ ഇവിടെ നമ്മുടെ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയൊക്കെ നന്നായിട്ട് വറുത്ത് കോരി വെക്കുന്നുണ്ട്. പിന്നെ നമ്മളെ ഇസുകൂട്ടന് ഇതാ എണീറ്റ് കളിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവന് സ്കൂൾ പൂട്ടിയിട്ടില്ല, പക്ഷേ ഇന്ന് സ്കൂളിൽ പിന്നെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെയാണ് ഉച്ചയ്ക്ക് ശേഷമാണ്. അപ്പോൾ പിന്നെ കുഴപ്പമില്ല എന്ന് ഞാൻ മിസ്സിനോട് പറഞ്ഞിട്ട് അവന് ലീവ് എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവനിങ്ങനെ ഓരോന്ന് താത്തൻ്റെ മക്കളും ഉണ്ട്, അവൻ്റെ കൂടെ ഇങ്ങനെ കളിക്കുകയാണ്. അപ്പോൾ അവന് ഒരു സ്വഭാവമുണ്ട്, എന്ത് കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുത്താലും അപ്പോൾ അവനത് ഒറ്റ ദിവസമേ ഉണ്ടാവുള്ളൂ, 2ാമത്തെ ദിവസം മുതൽ പിന്നെ അത് കാണൂല. അപ്പോൾ അതൊക്കെ ഇങ്ങനെ എന്താ പറയുക അവനിങ്ങനെ എന്നോട് ഇങ്ങനെ കാണിച്ചു തരാണ് എല്ലാ കാര്യങ്ങളും. പിന്നെ ഇതാ ഞാൻ എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് ഒക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ 40 കുളിച്ച് കയറുമ്പോൾ നല്ല സുന്ദരിയായിട്ട് കയറണമല്ലോ, അപ്പം എത്താത്തെല്ലാം എടുത്ത് റെഡിയാക്കി വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ മുന്തുസ്താത്താണ് ബാക്കിൽ നിന്ന് ഇങ്ങനെ കുത്തി അത് വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മളിവിടെ അങ്ങനത്തെ വലിയ വലിയ ആചാരങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഏതായാലും നമ്മൾ ഒരു രസമല്ലേ, വേറെ ഒരു ഫങ്ഷൻ ആകുമ്പോൾ ഒരു രസമല്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്തായാലും ചെയ്യാണ്. പിന്നത്തെ നമ്മളെ സ്വർണ്ണവും കാര്യങ്ങളൊക്കെ കുറച്ച് മുന്നേ ഒക്കെ എടുത്ത് വെച്ചാൽ അപ്പോൾ ഒക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കുന്നുണ്ട്. എന്നിട്ട് അതൊക്കെ ഒന്ന് തുടച്ച് അവിടെ വെച്ചു കേട്ടോ. അപ്പോഴേക്കും ഇതാ അവിടെ അമ്മ ഇത് ഒന്ന് നമ്മുടെ ബിരിയാണി ദമ്മിടാൻ വേണ്ടിയിട്ട് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ തലശ്ശേരി ടൈപ്പ് ബിരിയാണി ഇല്ലേ, അതാണ് ഉമ്മ ഉണ്ടാക്കിയിരിക്കുന്നത്, പൊരിച്ച് വെച്ചിട്ടുള്ള ബിരിയാണി കേട്ടോ. അപ്പോൾ അതൊക്കെ അത് 2 ലെയറാക്കി വെച്ചിട്ട് ദമ്മിട്ടിട്ട് അവിടെ തന്നെ ചെറു തീയിലാക്കിയിട്ട് ഇങ്ങനെ വെക്കുകയാണ് കേട്ടോ. അപ്പം കുറച്ച് നമ്മൾ ആ ഒരു കഴിക്കാൻ നേരത്ത് പിന്നെ എടുത്താൽ മതിയല്ലോ, അല്ലാതെ അങ്ങോട്ട് അടിയിൽ പിടിക്കുകയും ചെയ്യില്ല, ചെറിയൊരു കുഞ്ഞ് കിണറിൽ ഇങ്ങനെ ഇട്ട് വെച്ചാൽ മതി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അതിന് ലാസ്റ്റ് പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ അതിലാക്കിയതിന് ശേഷം കുറച്ച് നെയ്യും കാര്യങ്ങളൊക്കെ ഇട്ട് അതൊക്കെ ഒന്ന് മൂടി സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം താത്തത ഇവിടെ ഇത് നമ്മളിപ്പോൾ കയറി വരുന്ന ടൈമിൽ തന്നെ നമുക്കൊരു മധുരം തരണം എന്നുള്ള ആ ഒരു ഇതിൽ പായസം ഉണ്ട്. പക്ഷെ എന്നാലും ഈ തേങ്ങാക്കൊത്തില്ലേ അതും പിന്നെ
ശർക്കരയും കൂടി കൂട്ടിയിട്ട്, അതും തേങ്ങ എടുക്കുമ്പോൾ കൊപ്പരപ്പോൾ തേങ്ങയാണ് എടുക്കാമെന്ന് പറയാം. അപ്പോൾ അതിങ്ങനെ റെഡി ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ അവിടെ നിന്ന് ചെയ്തപ്പോൾ ഞാൻ എൻ്റെ കൂടെ ഇങ്ങനെ ഇരുന്നിട്ട് വർത്തമാനം പറയാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ വിളിച്ചതാണ്. അങ്ങനെ ഇപ്പം ഇന്ന് രാവിലെ വന്ന ഉടനെ തന്നെ മൂപ്പര് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ഫുൾ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുളിക്കാൻ പോയിട്ടുണ്ട്. അപ്പോഴേക്ക് നമ്മുടെ സുൻകിയും പിന്നെ ആമയും ഉപ്പുപ്പിയൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം പപ്പയ്ക്കും ഉമ്മക്കും പങ്കെടുക്കാൻ പറ്റാത്തതിൽ ഭയങ്കര ഒരു ഇടങ്ങേറുണ്ട്. പക്ഷേ എന്നാലും ഇപ്പം ഇൻഷാ അല്ലാഹ് അങ്ങനത്തെ ഓരോരോ സിറ്റുവേഷൻ ആയിട്ടല്ലേ. പിന്നെ നമ്മളെ ചെറിപ്പണി ഇവരൊക്കെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ ഏതായാലും ചെറിയൊരു പരിപാടി അവരൊന്നും ഇല്ലാതെ പിന്നെ ഒരു രസമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെറിയ പരിപാടിയാക്കിയതാണ് കേട്ടോ. അങ്ങനെ ആമൊക്കെ വന്ന് സലാം പറഞ്ഞ് കയറിയതാ. ഇസുകുട്ടൻ ആമനൊക്കെ കണ്ടിട്ട് അവൻ ഇപ്പനോട് സലാമൊക്കെ പറഞ്ഞ് അവരായിട്ട് ഇങ്ങനെ കുറേ സംസാരിച്ചൊക്കെ ചെയ്ത് അവർക്ക് പായസം കാര്യങ്ങളൊക്കെ കൊടുത്തുട്ടോ. പിന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞതാ ഇപ്പം മുന്നിലൂടെ കയറുകയാണ്. അപ്പോൾ ഒരു കിണ്ടിയൊക്കെ താത്ത എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ കാലിൽ ആ വെള്ളം ഒഴിച്ചിട്ട് സലാം പറഞ്ഞിട്ടാണ് കയറുകയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് സുൻകാക്ക് കയ്യിൽ കൊടുത്തു. പിന്നെ ആദ്യം നമ്മൾ കുളിച്ച് വരുന്ന ടൈമിൽ തന്നെ തെങ്ങിൻ്റെ മുകളിലേക്ക് നോക്കി കുറേ കുട്ടികൾ ഉണ്ടാവാനൊക്കെ പറഞ്ഞിട്ട് ഒക്കെ പണ്ട് മുതലേ ഇങ്ങനെ ചെയ്തു വരുന്ന ഒരു ഇതല്ല, ജസ്റ്റ് ഇങ്ങനെ ചെയ്തെന്നേ മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ സുൻക കാലിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ചെന്ന് ഞാൻ സലാമൊക്കെ പറഞ്ഞിട്ട് കയറി. പിന്നെ ഉപ്പൂപ്പനെയും ആമനും ഞാൻ അവർ വന്നത് കണ്ടിട്ടില്ലായിരുന്നു. അങ്ങനെ അവരോടൊക്കെ സലാം പറഞ്ഞ് അവരുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചു. അവരെ കുറച്ച് കാലമായി കണ്ടിട്ട് ഒരുപാട് സന്തോഷമായി. പിന്നെ ഷാനുവും ഒക്കെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഷിമൂന് പിന്നെ എക്സാം നടന്നുകൊണ്ടിരിക്കുന്ന ടൈമാണ്. അപ്പോൾ പിന്നെ അവളും വന്നിട്ടില്ലായിരുന്നു കേട്ടോ. അവൾ കുറച്ച് കഴിഞ്ഞിട്ട് എക്സാം കഴിഞ്ഞിട്ട് വരാമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഉമ്മ തേങ്ങാക്കൊത്തൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് മധുരം കഴിക്കാനായിട്ട്. അങ്ങനെ ഞാൻ അത് ഒന്ന് എടുത്ത് കഴിച്ചു. അത് ബാക്കിയുള്ളത് അവർക്കൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ അവിടെ അവർക്ക് ഒന്നുകൂടി പായസവും കാര്യങ്ങളൊക്കെ മധുരമൊക്കെ കൊടുത്ത്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് താത്ത അവിടെ കുഞ്ഞിനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. മോളെ കുളിപ്പിച്ചിട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ പിന്നെ അവർക്കൊക്കെ പായസം ഒന്നുകൂടി കൊടുത്തപ്പോൾ 2 ട്രിപ്പാണ് കുടിക്കുന്നതെന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ സാധനം. അപ്പോൾ ഏതായാലും അവർക്ക് വീണ്ടും ഇങ്ങനെ കൊടുത്ത് ആയപ്പോഴേക്ക് താത്ത കുട്ടീനെയൊക്കെ കുളിപ്പിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആമ കുട്ടീനെ പിന്നെ വാങ്ങിച്ച് അൽഹംദുലില്ലാ റാഹത്തായിട്ട് ആ ഒരു കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് 40 എന്നുള്ള ആ ഒരു ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളെ മോക്ക് കുറച്ച് സ്വർണ്ണവും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് കെട്ടി കൊടുക്കാനും ആക്കാനൊക്കെയാണ് ഉള്ളത്. പിന്നെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാൻ. അപ്പോൾ ആമ കുട്ടീനെ കുളിപ്പിച്ച് കൊണ്ടുവന്നപ്പോൾ ഉപ്പൂപ്പൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഉപ്പൂപ്പ കളിപ്പിക്കുകയാണ് മോളെ. അങ്ങനെ അത് കഴിഞ്ഞ് ഇവിടെ നമുക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് 2-3 ഡ്രസ്സും പിന്നെ അതൊക്കെ ഏതാളുള്ള കൺമഷിയും ഒക്കെ ആയിട്ട് ആമ വന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളെ ഇസുകുട്ടൻ അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം കൂടി ആമ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു ട്രക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കൊടുത്തപ്പോൾ അവന് ആമക്ക് ഉമ്മൊക്കെ കൊടുത്തു. പിന്നെ അവക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റി കഴിഞ്ഞതിന് ശേഷം സ്വർണ്ണം കാര്യങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അരഞ്ഞാണം കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വളയും പിന്നെ നമ്മൾ ആ കരിമുത്തിൻ്റെ ആ ഒരു വളയിൽ ഞാൻ ഇതിന് മുന്നത്തെ വ്ളോഗിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അവളുടെ സ്വർണ്ണങ്ങൾ. അങ്ങനെ അതൊക്കെ ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ കെട്ടിക്കൊടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ അവളുടെ ഇതൊക്കെ കെട്ടിക്കൊടുത്തു. അപ്പം ചിലർ ഇപ്പോൾ മുടി കളിച്ചിലൊക്കെ 7 മുടി കളയുന്നവർ അല്ലെങ്കിൽ 14 മുടി കളയുന്ന ആൾക്കാർ അവർ ആ ടൈമിൽ പണ്ടം കെട്ടാറുണ്ട്. അല്ലാത്തവർ ചിലപ്പോൾ 90 കഴിഞ്ഞിട്ട് കെട്ടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഓരോരോ നാട്ടിലേക്ക് ഓരോരോ മാമൂലുകളാണ് സത്യം പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ നമുക്ക് ഏത് ടൈമിലാണ് കഴിയുന്നത് ആ ഒരു ടൈമിൽ. അപ്പോൾ നമ്മൾ 40 ആയപ്പോൾ 40-നാണ് ഇപ്പോൾ അവളുടെ ചെറിയൊരു ഫംഗ്ഷൻ പോലൊക്കെ അവൾക്ക് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ പിന്നെ 40-ന് തന്നെ കെട്ടി കൊടുത്തിട്ട് അപ്പം ബാഡ്സാരതൊക്കെ ഒന്ന് കെട്ടി കൊടുക്കണം. ലൂസാണ്. പക്ഷേ എന്തായാലും ആ ഒരു കാലിലേക്ക് ഇട്ടപ്പോൾ തന്നെ മാഷാ അല്ലാഹ് നല്ല രസമുണ്ട് കേട്ടോ. അവൾ സ്വർണ്ണമൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് കാണാൻ. മാഷാ അല്ലാഹ്. ഞാനിപ്പോൾ മോക്ക് യൂസ് ചെയ്യുന്നത് മദേഴ്സ് ഫാഷൻ്റെ 99% പ്യുവർ വാട്ടർ വെഡ് വൈപ്സ് ആണ് കേട്ടോ. pH ബാലൻസ്ഡ് ആണ്. അതുപോലെ തന്നെ മൈൽഡ് ഫ്രാഗ്രൻസും കാര്യങ്ങളൊക്കെ എല്ലാം നല്ല സ്ട്രെച്ചബിളാണ്. അതിൽ വാട്ടർ കണ്ടൻറ്റാണ് കൂടുതൽ. നല്ല വാട്ടർ നല്ല അത്യാവശ്യം നമ്മളെ മക്കൾക്ക് സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരേ ഒരു വെബ് വൈപ്സാണ് കേട്ടോ ഈ മദേഴ്സ് ഫാഷൻ്റെ. അതെനിക്ക് മീഷോന്ന് കോംബോ ഓഫറിലാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. അപ്പം അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ ലിങ്ക് എന്ന് മാത്രം കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് അയച്ചു തരാം കേട്ടോ.
പിന്നെ ഇതാ ഉപ്പയും കൈമേലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാവരും കഴിഞ്ഞതിന് ശേഷം ഇതാ ആമ അവളെ ബേബീസിനായിട്ട് തന്നെയുള്ള ഒരു കൺമഷി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആമ അത് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് അവൾക്ക്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം സുന്ദരിയാക്കിയിട്ട് ഇതാ നമ്മളെ വാപ്പൻ്റെ അടുത്ത് അവളെ കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. അപ്പം വാപ്പനക്ക് ഭയങ്കര സന്തോഷമായി. നമ്മൾ വാപ്പക്ക് കുറച്ച് വട്ടം ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം, കാരണം നമ്മളങ്ങനെ മറന്നു പോകുന്നുണ്ട് വാപ്പ. അപ്പം അങ്ങനെ പറഞ്ഞ് കണ്ടപ്പോൾ തന്നെ സന്തോഷമായി. വാപ്പ ഉമ്മൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറേ പേര് വ്ളോഗിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ വാപ്പനെ കാണിക്കാത്തതെന്ന്. അപ്പം വാപ്പ ഇപ്പം പൂർവ്വം ഒരു ആരോഗ്യസ്ഥിതിയിലല്ല ഉള്ളത്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ വാപ്പനെ കാണിക്കണ്ടല്ലോ എന്നുള്ളതിലാണ് കേട്ടോ നമ്മളിപ്പം വാപ്പനെ കാണിക്കാതിരിക്കുന്നത്. അപ്പോൾ അൽഹംദുലില്ലാ എന്നാലും കുഴപ്പമില്ലാതെ വാപ്പ നമ്മളോട് സംസാരിക്കുമ്പോൾ അത്യാവശ്യത്തിന് തിരിച്ച് മറുപടിയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഇപ്പം നല്ല കുറവാണ്. നമ്മൾ നിർബന്ധിക്കുന്ന ആ ടൈമിലാണ് കുടിക്കുന്നത്. അതുപോലെ തന്നെ ഇരിക്കുമ്പോഴും ആയാലും നമ്മൾ പിടിച്ചിരുത്തിയിട്ട് ഇരിക്കണം. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഒരു ആരോഗ്യസ്ഥിതിയാണ് കേട്ടോ ഉള്ളത്. ഏതായാലും അൽഹംദുലില്ലാ ഇതുവരെ നമുക്ക് എത്തിച്ചു തന്നില്ലേ. അങ്ങനെ പിന്നെ അവളൊക്കെ കാണിച്ച് പിന്നെതാ നമ്മളിപ്പോൾ ഏകദേശം ലേറ്റ് ആയിട്ടുണ്ട് ഭക്ഷണം കഴിക്കാനായിട്ട്. പിന്നെ ഈ ഒരു നേരത്തെ ഉമ്മ ഇവരൊക്കെ എല്ലാവരും കൂടി അവിടെ ഭക്ഷണമൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. ഇവിടെ ഫോണിൽ വാപ്പാൻ്റെ വീഡിയോ എടുക്കുന്ന കാരണം ഉമ്മ ചെമ്പ് പൊളിക്കുന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ അത് ക്ഷമിക്കണം, നമുക്കത് കാണിക്കാൻ പറ്റിയിട്ടില്ല. അവർ അപ്പോഴേക്കും ഫുൾ മേശമ്മലൊക്കെ എടുത്ത് വെച്ച് ഫുൾ സെറ്റപ്പാക്കി വെച്ചിട്ട് എല്ലാവരും വിളിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ അതാ എല്ലാവരും വന്നിരുന്നിട്ടുണ്ട്. അൽഹംദുലില്ലാ നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരു അതിഥി കൂടി നമുക്ക് കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചെരുപ്പ് എത്തിയിട്ടുണ്ട് ആ ഒരു നേരം ആയപ്പോഴേക്കും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എല്ലാവരും വിളിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അങ്ങനെ ഇല്ലയെന്ന് വിചാരിച്ചതുകൊണ്ടാണ് പിന്നെ ഞാൻ അവരോടൊക്കെ സമ്മതം പറഞ്ഞിട്ട് പിന്നെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എത്തിക്കോളിന്നും പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അൽഹംദുലില്ലാ അവരൊക്കെ എത്തിയതിൽ സന്തോഷമുണ്ട്. അങ്ങനെ പിന്നെ എല്ലാവരും ഇതാ ഭക്ഷണമൊക്കെ കഴിച്ചു. അങ്ങനെ പിന്നെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് തന്നെ എന്നോട് മാറ്റാൻ പറഞ്ഞിട്ട്, അപ്പോൾ ഞാൻ ഏതായാലും പപ്പനെ കാണാൻ പോകാൻ വേണ്ടിയിട്ടാണ്. ഇവരെ ഏതായാലും അങ്ങോട്ട് ആക്കി കൊടുക്കണം. അപ്പോൾ പപ്പനെയും കൂടി കണ്ടിട്ട് നമുക്ക് വേഗം തിരിച്ചു വരാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ എത്തി പപ്പനെ കണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ സന്തോഷമായി, ഏതായാലും നമ്മളെയൊക്കെ കാണാൻ പറ്റിയല്ലോ. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഇതാ തിരിച്ച് വരുന്ന ടൈമിൽ ഇതാ കരിമ്പ് ജ്യൂസ് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കരിമ്പ് ജ്യൂസൊക്കെ കുടിച്ച് പിന്നെ അവരെ അവിടെ പുതിയങ്ങാടിയിൽ തന്നെ നമ്മളെ ഇറക്കി കൊടുത്തിട്ടോ. അപ്പോൾ അവരവിടുന്ന് അവർ വണ്ടിയുണ്ട്, അപ്പോൾ അങ്ങനെ പോവാന്നാണ് പറഞ്ഞത്. അങ്ങനെ അവരോടൊക്കെ സലാം പറഞ്ഞതാണ്. നമ്മൾ നേരെ തിരിച്ച് പോരുന്ന വഴിയിൽ ഇസുകൂട്ടം പറഞ്ഞ് കുറേ കാലമായി നമ്മൾ ബീച്ചിലൊക്കെ പോയി. സത്യമാണ്, ഞാൻ അങ്ങനെ അങ്ങോട്ട് നമ്മൾ പോയിട്ടില്ലേനു. കാരണം ഇനി ലാസ്റ്റ് ടൈം ആയപ്പോഴേക്കൊക്കെ എനിക്ക് പിന്നെ ഇങ്ങോട്ട് പോകാനൊന്നുമില്ല, ഒരു മൂഡും കാര്യങ്ങളൊന്നും ഇല്ലേനു സത്യം പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഇതാ ഇസുകൂട്ടന് പോണ ടൈമിൽ അവിടെ ചെറുതായിട്ടൊന്ന് നിർത്തി കൊടുത്ത് അങ്ങനെ അവിടുന്ന് ഒരു കടിയും ചായയും കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ കുറച്ച് നേരം മാത്രമേ നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ തന്നെ ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇരുന്ന് ഞാൻ പിന്നെ നല്ലോണം പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ ആദ്യമായിട്ട് അങ്ങനെ പുറത്തിറങ്ങില്ല, അപ്പം ശീലമായിട്ടുണ്ടോയെന്ന് അറിയില്ലല്ലോ. അങ്ങനെ പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ യാത്ര ഇങ്ങോട്ട് തന്നെ തിരിച്ചിട്ടു. അപ്പോൾ ഇതാണ് നമ്മുടെ നാപ്പേൻ്റെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. അസ്സലാമു അലൈക്കും.